നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത്. മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാട്. കെ ശൈലജയോട് കെ രമ MLA ഇത് പറയുമ്പോൾ 51 വെട്ടിന്റെ ക്രൂരതയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. രാഷ്ട്രീയത്തിന്റെ നിറത്തിനപ്പുറം ഓരോ മലയാളിയുടെയും ഉള്ളു പിടയുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TP ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമയുടെ വിജയം തന്നെ ഇതിനുള്ള തെളിവാണ്. രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം. വരും തെരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഇന്നാട് ബാക്കിയുണ്ട് എന്നും LDF സ്ഥാനാർത്ഥി കെ ശൈലജയോട് ചിരിച്ചുകൊണ്ട് മടങ്ങാനും പറഞ്ഞ് വടകര MLA കെ രമ തന്റെ ഫേസ്ബുക്ക് പേജിലാണ് രമ ഇക്കാര്യം കുറിച്ചത്. വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ 1,15,157 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ കെ രമയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയാകുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ചിരി മായാതെ മടങ്ങൂ ടീച്ചർ. മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വയ്ക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണ് ഇത്. ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവൂ. മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്തു പിടിച്ച നാടാണ് ഇത്. മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത്. ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാകില്ല. ചേർത്തു പിടിച്ച് യാത്രയാക്കുകയാണ്. രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം. വരും തെരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഇന്നാട് ബാക്കിയുണ്ട്. സ്വന്തം കെ രമ. ഇങ്ങനെയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. അതെ, TPയുടെ ഓർമ്മയിൽ ഇപ്പോഴും കേരളം തേങ്ങുകയാണ്.